ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസണിൽ റീഡിങ് പോർഷനാണ് കേട്ടോ. ഖിറാഅത്തു സിയാറത്തു ഇലാ മദീനത്തിൽ ജമാൽ, റീഡിങ് പാർട്ട് വിസിറ്റിംഗ് എ പ്ലേസ് ഓഫ് ബ്യൂട്ടി എന്ന ഭാഗത്തിലെ നമ്മൾ റീഡിങ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, അഖ്റഉൽ ഹിവാർ അല്ലസി ദാറ ബൈന സാം വസൈഫ് ഖിറാഅത്തൻ മുഅബ്ബിറത്തൻ അനിൽ മഅന. അപ്പോൾ അഖ്റഉൽ ഹിവാർ അല്ലസി ദാറ ബൈന സാം വസൈഫ് ഖിറാഅത്തൻ മുഅബ്ബിറത്തൻ അനിൽ മഅന മീൻസ് read the dialogue that took place between Sam and Saif, a reading that expresses the meaning. Okay, അപ്പോൾ നമുക്ക് സാമും സെയ്ഫും തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്ക് നോക്കാം. ആദ്യം സെയ്ഫാണ് ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡയലോഗ്സ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സെയ്ഫ് പറയുകയാണെങ്കിൽ സെയ്ഫെന്ന് നമ്മൾ എഴുതി കൊടുക്കുക. എന്നിട്ട് 2 ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഓക്കെ, 2 ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സെയ്ഫ് എന്ന് എഴുതിയിട്ട് 2 ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെയ്ഫ് എന്താണോ പറയുന്നത്, ഇവിടെ മർഹബൻ സാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മർഹബൻ സാം എന്ന് നമുക്ക് എഴുതി കൊടുക്കുക ഇവിടെ ഈ ഡോട്ട് ഇട്ട് ഇതിന് ശേഷം. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ മർഹബൻ സ്വദീഖി എന്ന് പറയുന്നിടത്ത് പറയുന്നത് ആരാ? സാമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക? ആദ്യം സെയ്ഫ് പറയുന്നത് നമ്മൾ എഴുതും, സെയ്ഫ്, എന്നിട്ട് 2 ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് സെയ്ഫിൻ്റെ ഡയലോഗ് എഴുതും. എന്താ? മർഹബൻ സാം എന്നുള്ള ഡയലോഗ്. എന്നിട്ട് സാമാണ് മർഹബൻ സ്വദീഖി എന്ന വാക്ക് പറയുന്നത്. അപ്പോൾ നമ്മൾ സാം എന്ന് എഴുതി കൊടുക്കും, എന്നിട്ട് 2 ഡോട്ട് ഇട്ട് കൊടുക്കും, എന്നിട്ട് മർഹബൻ സ്വദീഖി എന്ന് നമ്മൾ എഴുതി കൊടുക്കും. എവിടെ? ഈ 2 ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ എഴുതി കൊടുക്കും. ഇങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ നമ്മൾ ആക്ച്വലി എഴുതുക. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ കോൺവെർസേഷൻ എഴുതേണ്ടത്. സെയ്ഫ് പറയുന്നിടത്ത് സെയ്ഫ് എന്ന് ഇങ്ങനെ എഴുതിയിട്ട് 2 ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ആളെന്താ പറയുന്നതെന്ന് എഴുതുക. സാം എന്ന് എഴുതി കൊടുത്തിട്ട് സാം എന്താണ് പറയുന്നത് അത് എഴുതി കൊടുക്കാം നമുക്ക് 2 ഡോട്ട് ഇട്ടതിന് ശേഷം. എന്നിട്ട് വീണ്ടും സെയ്ഫ് എന്താ പറയുന്നത്, സാം എന്താ പറയുന്നത്, സെയ്ഫ് എന്താ പറയുന്നത്, സാം എന്താ പറയുന്നത്. നമ്മൾ ഓരോരോ ആളെ ഡയലോഗ്, അതായത് ഇവർ 2 പേരുടെ ഡയലോഗ് എഴുതുമ്പം ആരാണോ പറയുന്നത് അവരുടെ പേര് ഇതുപോലെ എഴുതി കൊടുക്കണം. ഇവിടെ സെയ്ഫും സാമും ആയിട്ടുള്ള ഡയലോഗ് ആയതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ സെയ്ഫും സാമിനും തന്നെ പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോൺവെർസേഷൻ്റെ മീനിങ്സ് പറയാനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെയ്ഫ് പറയാണ് എന്താ? മർഹബൻ സാം, മർഹബൻ സാം, ഹലോ സാം എന്നാണ് സെയ്ഫ് പറയുന്നത്. അപ്പോൾ തിരിച്ച് സാം റിപ്ലൈ കൊടുക്കുകയാണ്, മർഹബൻ സ്വദീഖി. സാം പറയാണ് മർഹബൻ സ്വദീഖി. മർഹബൻ സ്വദീഖി എന്ന് പറയുമ്പോൾ എന്താ? ഹലോ മൈ ഫ്രണ്ട്. അപ്പോൾ സെയ്ഫ് പറയാണ്, അടുത്ത ഡയലോഗ് സെയ്ഫിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ ആ ഡയലോഗ് എഴുതുമ്പോൾ എങ്ങനെയാണ്? സെയ്ഫ് എന്ന് എഴുതിയിട്ട് സാം പറഞ്ഞില്ലേ, സാം പറഞ്ഞതിന് ശേഷമുള്ള ഡയലോഗാണ് സെയ്ഫിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ്, സെയ്ഫ് പറയാണ് ആസിഫ്, ആസിഫ് അൽതസിറു അനിത്തഅഖിർ, ആസിഫ് അൽതസിറു അനിത്തഅഖിർ, ഐ എം സോറി, ഐ അപ്പോളജൈസ് ഫോർ ദ ഡിലേ, അല്ലെങ്കിൽ ഐ അപ്പോളജൈസ് ഫോർ ബി ലേറ്റ്. ഓക്കെ, ഐ അപ്പോളജൈസ് ഫോർ ബീങ് ലേറ്റ്. അപ്പോൾ ആസിഫിൻ്റെ മീനിങ് സോറി എന്നാണ്. ഓക്കെ, സോറി അൽതസിറു അനിത്തഅഖിർ, സോറി ആസിഫ് അൽതസിറു അനിത്തഅഖിർ, സോറി ഐ അപ്പോളജൈസ് ഫോർ ബീങ് ലേറ്റ്. ഐ അപ്പോളജൈസ് ഫോർ ബീങ് ലേറ്റ് അല്ലെങ്കിൽ ഐ എം സോറി, ഐ അപ്പോളജൈസ് ഫോർ ദ ഡിലേ എന്നാൽ വരാം. ഓക്കെ, അപ്പോളജൈസ് ഫോർ ദ ഡിലേ, ഫോർ ബീങ് ലേറ്റ് എന്നായാലും നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതുക? ഇതിൻ്റെ മീനിങ് എന്താ? സോറി, ഐ അപ്പോളജൈസ് for
been late. Or we can also say I apologize, I'm sorry എന്നിട്ട് കോമ ഇട്ട് കൊടുത്തിട്ട് I apologize for the delay. I apologize for the delay. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഇതിൻ്റെ മീനിങ്. അപ്പോൾ സാം പറയാണ്. നെക്സ്റ്റ് ഡയലോഗ് ഏതാ? സാമിൻ്റെ. അപ്പോൾ ലാ ബഅസ് യാ സ്വദീഖി. നമ്മുടെ സാം പറയാണ് ലാ ബഅസ് യാ സ്വദീഖി. ലാ ബഅസ് യാ സ്വദീഖി. ഹയാ ബിന ഇല മോൾ ദുബായ്. ഹയാ ബിന ഇല മോൾ ദുബായ്. ഹയാ ബിന ഇല മോൾ ദുബായ്. ഹലിൽ മോൾ ദുബായ് ഖറീബുൻ അം ബഈദുൻ. സാം പറയാണ് നമ്മുടെ സേഫ് സോറിയൊക്കെ പറയുമ്പോൾ നോ പ്രോബ്ലം മൈ ഫ്രണ്ട്. ഹയാ ബിന ഇല മോൾ ദുബായ് എന്ന് വെച്ചാൽ ലെറ്റ്സ് ഗോ ടു ദുബായ് മോൾ. ലെറ്റ്സ് ഗോ ടു ദുബായ് മോൾ. ഹലിൽ മോൾ ഖറീബുൻ അം ബഈദുൻ. ഈസ് ദ മോൾ നിയർ ഓർ ഫാർ എന്നാണ് നമ്മുടെ സാം നമ്മുടെ സേഫിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എങ്ങനെയാണ് വരാം? നോ ലാ ബഅസ് യാ സ്വദീഖി. നോ പ്രോബ്ലം. നോ പ്രോബ്ലം. നോ പ്രോബ്ലം മൈ ഫ്രണ്ട്. എന്നിട്ട് എന്താ ഇവിടെ ഉള്ളത്? ഹയാ ബിന ഇല മോൾ ദുബായ്. ഹയാ ബിന ഇവിടെ ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹയാ ബിന എക്സ്ക്ലമേഷൻ മാർക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. കാണാവോ എന്തോ? എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ട് കൊടുക്കുക. ഹയാ ബിന ഇല മോൾ ദുബായ് മീൻസ് ലെറ്റ്സ് ഗോ ടു ദുബായ് മോൾ. Let's go to Dubai Mall. Let's go to Dubai Mall. എന്നിട്ട് എന്താ? Is Good afternoon, ma'am. Is the mall near or far? അതാണ് ലാ ബഅസ് യാ സ്വദീഖി ഹയാ ബിന മോൾ ദുബായ് ഹലിൽ മോൾ ഖരീബുൻ അം ബഈദുൻ. ഖരീബ് എന്ന് വെച്ചാൽ നിയർ, ബഈദ് എന്ന് വെച്ചാൽ ഫാർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ സേഫ് പറയാണ് മോൾ ദുബായ്. സേഫ് പറയാണ് മോൾ ദുബായ് ഖരീബും മിനൽ ഫുന്ദുഖ്. മോൾ ദുബായ് ഖരീബും മിനൽ ഫുന്ദുഖ് മീൻസ് ദുബായ് മോൾ ഈസ് നിയർ ദ ഹോട്ടൽ. സേഫ് പറയാണ് ദുബായ് മോൾ ഈസ് near the hotel. മോൾ ദുബായ് ഖരീബും മിനൽ ഫുന്ദുഖ്. ഫുന്ദുഖ് എന്ന് വെച്ചാൽ ഹോട്ടലാണ്, ഖരീബ് എന്ന് വെച്ചാൽ നിയറാണ്. ഓക്കെ, മോൾ ദുബായ് ഖരീബും മിനൽ ഫുന്ദുഖ്. ദുബായ് മോൾ ഈസ് നിയർ ദ ഹോട്ടൽ. അപ്പോൾ നമ്മുടെ സാം ചോദിക്കുകയാണ് മാ യൂജദു ഫി മോൾ ദുബായ്. മാ യൂജദു ഫി മോൾ ദുബായ്. വാട്ട് ഈസ് ഇൻ ദുബായ് മോൾ. വാട്ട് ഈസ് ഇൻ ദുബായ് മോൾ എന്ന് ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദർ ഇൻ ദുബായ് മോൾ. വാട്ട് ഈസ് ഇൻ ദുബായ് മോൾ എന്ന് വേണമെങ്കിൽ പറയണം. വാട്ട് ഈസ് ഇൻ ദുബായ് മോൾ അല്ലെങ്കിൽ വാട്ട് ഈസ് ദർ ഇൻ ദുബായ് മോൾ. അപ്പോൾ നമ്മുടെ സേഫ് പറയാണ് സാം അങ്ങനെ ചോദിക്കുമ്പോൾ യാ സ്വദീഖി മോൾ ദുബായ് അക്ബർ മോൾ ഫിൽ ഇമാറാത്ത്. യാ സ്വദീഖി മോൾ ദുബായ് അക്ബർ മോളിൻ ഫിൽ ഇമാറാത്ത്. يوجد في مول دبي محلات تجارية ومطاعم وصيدليات وأماكن للألعاب.
യാ സ്വദീഖി മോൾ ദുബൈ അക്ബർ മോൾ എന്ന് വെച്ചാൽ മൈ ഫ്രണ്ട് ദുബൈ മോൾ ഈസ് ദ ലാർജസ്റ്റ് മോൾ ഫിൽ ഇമാറാത്ത് ഇൻ ദ എമിറേറ്റ്സ്. ദുബൈ മോൾ ഈസ് largest mall in the Emirates. The mall contains shops, restaurants, pharmacies and what Amakinul Al-Ab means place for games and places for games. അപ്പോൾ നമ്മുടെ സ്വദീഖി എന്താ സേഫ് എന്താ പറയുന്നത്? യാ സ്വദീഖി മൈ friend Dubai Mall is the largest mall in the Emirates. The mall contains ഇതിൻ്റെ ബാക്കിയാണ് the mall contains contains shops, pharmacy, അടുത്തെന്താണ് restaurants പിന്നെന്താ pharmacies and places for games. അപ്പോൾ ഇത്രയാണ് കോൺവെർസേഷനും വായിച്ച് കേൾപ്പിച്ച് തന്നു. കോൺവെർസേഷനിൽ എന്താണ് പറയുന്നതെന്നും പറഞ്ഞു തന്നു. അതിൻ്റെ മീനിങ്സും മാം എഴുതി തന്നു. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇത് നന്നായി പഠിക്കുക. പറ്റുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോൺവെർസേഷൻ എഴുതിയെടുക്കുക, മീനിങ്സ് എഴുതുക. ഓക്കെ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്നിട്ട് മാമിന് ഹോംവർക്ക്സ് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.